വിവോയുടെ വിവോ X200 FE എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ X200 FE എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ X200 FEയിൽ 6.31 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇത്. അപ്പം 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തതിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ സൈസൊക്കെ തന്നെയാണ്. പിന്നെ AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇതിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ വന്നേക്കാം. ഇതിൽ പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റീഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് 5000 nits വരെ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പ്രത്യേകിച്ച് അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സൈസ് ആയിരിക്കും ഇതിൽ വരിക. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ IP68, 69 റേറ്റിംഗും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം മികച്ചൊരു IP റേറ്റിംഗ് ഇതിൽ വരും. പിന്നെ ഈ ഫോണിൻ്റെ ആംബർ യെല്ലോ അതുപോലെ തന്നെ ലക്സ് ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആയിരിക്കും മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9300+ എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊന്നുമല്ല, എന്നാലും അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം മികച്ചൊരു പെർഫോമൻസ് ഇതിൽ കിട്ടേണ്ടതാണ്. പിന്നെ ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. LPDDR5Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഇതിൽ വരുള്ളൂ. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരും. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരില്ല. Android 15 ബേസ് ആയിട്ടുള്ള FunTouchOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 MP സോണി IMX 921ൻ്റെ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. വോയിസിൻ്റെ സപ്പോർട്ട് വരുന്നതായിരിക്കും. 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരും. അതുപോലെ തന്നെ 50 MP ഒരു ടെലിഫോട്ടോ ലെൻസും കൂടി ഇതിൽ വരുന്നതായിരിക്കും. ഇത് സോണി IMX 882ൻ്റെ സെൻസർ ആയിരിക്കും. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വന്നേക്കാം. പിന്നെ പൊതുവെ വിവോയുടെ X സീരീസിൽ വരുന്ന ഫോണുകളിൽ മികച്ചൊരു ക്യാമറ പെർഫോമൻസ് കാണാറുണ്ട്. അപ്പം ഈ ഒരു ഫോണിലും മികച്ചൊരു ക്യാമറ പെർഫോമൻസ് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6500 mAh ബാറ്ററി ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. പൊതുവേ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണുകളിൽ വരുന്ന ഒരു പ്രശ്നമാണ് ബാറ്ററി കപ്പാസിറ്റി കുറയും എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഫോണിൽ അങ്ങനെ ആയിരിക്കില്ല. കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണാണ് എന്നുണ്ടെങ്കിൽ കൂടി ഈ ഫോണിൽ വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നതായിരിക്കും. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരും. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. പ്രത്യേകിച്ച് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 14 ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഗ്ലോബൽ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോൺ ഇപ്പോഴത്തെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മലേഷ്യയിലൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ 61,200 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു 50,000 to 55,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു 55,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിവോയുടെ X200 FE എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.